ഇറ്റ്സ് മീ ഹൽദിത ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എഗെയിൻ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഇന്ന് ജനുവരി 23-ാം തീയതിയാണ് കേട്ടോ. എനിക്ക് കഴിഞ്ഞ ആഴ്ചയാണ് സെക്കൻഡ് സെമസ്റ്റർ സ്റ്റാർട്ട് ചെയ്തത്. കഴിഞ്ഞ ആഴ്ച ഒരു 2 ദിവസമൊക്കെ ക്ലാസ് ഉണ്ടായുള്ളൂ. പിന്നെ ഇന്നലെ മൺഡേ ക്ലാസ് ഉണ്ടായിരുന്നു, ബട്ട് ഇന്നലെ ഞാൻ പോയില്ല. ഇന്ന് ട്യൂസ്ഡേ ആണ്. ഇന്ന് നമുക്ക് ക്ലാസ്സിൽ പോകാനുണ്ട്. ഇന്നും എഗെയിൻ 2 hours ക്ലാസ്സേ ഉള്ളൂ. ഇന്നലെ നല്ല മഴയായിരുന്നു കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. മഞ്ഞൊക്കെ പോയി ഇപ്പോൾ ഒരു ഓട്ടം സീസൺ എൻഡിലുള്ള പോലെ അതേപോലെ ആയിട്ടുണ്ട്. കുറച്ചുകൂടി ഇരുട്ടായി, ഒരു ഭംഗിയില്ലാത്ത അവസ്ഥ ആയിട്ടുണ്ട്. ഇവിടെ ഇപ്പം എനിക്ക് റൂമിൽ നിന്ന് നോക്കിയാൽ ഒരു ഭംഗിയും തോന്നാനില്ല. അപ്പം ഞാൻ ഇപ്പോൾ രാവിലെ കുറച്ച് ലേറ്റായി എണീക്കാൻ. റീസൺ എന്താ വെച്ചാൽ റീസൺ ഒന്നുമില്ല, എനിക്ക് ലേറ്റായി. ഇപ്പം എന്തായാലും എനിക്ക് പോയിട്ട് കാപ്പി ഉണ്ടാക്കണം, എന്നിട്ട് ബ്രെഡ് കഴിക്കണം. അപ്പോൾ നമുക്ക് പോയിട്ട് കാപ്പിയും ബ്രെഡും എടുത്ത് വന്നിട്ട് ബാക്കി വിശേഷം പറയാം. സോ ഞാൻ എൻ്റെ കോറിഡോർ കിച്ചണിലാണ് കേട്ടോ ഉള്ളത്. നിങ്ങൾക്ക് പുറത്തേക്ക് നോക്കിയാൽ മനസ്സിലാവും. എത്രത്തോളം ക്ലിയർ ആവേണ്ടതെന്ന് എനിക്കറിയില്ല. ഒട്ടും മഞ്ഞില്ല, കംപ്ലീറ്റ്ലി മഞ്ഞ് പോയി. ഇന്നലെയല്ല മെനിഞ്ഞാൻ ഇവിടെ ഫുള്ള് സ്ലിപ്പായിട്ടുള്ള അവസ്ഥയായിരുന്നു. ഈ ഐസൊക്കെ മെൽട്ടായിട്ട് ഒരു ഗ്ലാസി എഫക്റ്റ് വരും. അപ്പം നമുക്ക് നടക്കാൻ പറ്റില്ല, അത്രയും സ്ലിപ്പായിട്ടുള്ള അവസ്ഥയായിരുന്നു. ഇപ്പോൾ കംപ്ലീറ്റ്ലി പോയതുകൊണ്ട് ഇന്ന് നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവില്ല. എന്തായാലും ഞാൻ വന്നത് കോഫി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പാലെടുക്കട്ടെ. സോ ഇതാണ് എൻ്റെ ഫ്രിഡ്ജ്. ഇതാണ് എൻ്റെ പാല്. അപ്പം ഞാൻ പാലെടുത്തിട്ടുണ്ട്. സോ ഇനി നമുക്ക് കോഫി ഉണ്ടാക്കാം. എൻ്റെ ബ്രെഡും കോഫിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് കുറച്ച് ദിവസമായിട്ട് ക്ലാസ് ഒന്നുമില്ലായിരുന്നു. വിൻ്റർ ബ്രേക്ക് ആയിരുന്നു, അത് കഴിഞ്ഞിട്ട് എക്സാം ആയിരുന്നു. അപ്പോൾ ഒക്കെ വീട്ടിൽ തന്നെ ഇരിക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് പുറത്തേക്ക് പോകാൻ വേണ്ടി പുറത്തിറങ്ങാൻ എന്നുള്ളൊരു ഇതായതുകൊണ്ട് ആ ഒരു റുട്ടീനിലേക്ക് ആയിരുന്നു. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ക്ലാസ് ഞാൻ പറഞ്ഞല്ലോ 2 ദിവസം ഉണ്ടായുള്ളൂ, അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായില്ല. അപ്പോൾ ഈ ആഴ്ച തൊട്ട് തന്നെ എഗെയിൻ ബാക്ക് ടു ട്രാക്ക് ആവണം. റുട്ടീനൊക്കെ ഒന്ന് പഴയ പോലെ ആക്കി കൊണ്ടുവരണം. ഇന്നൊക്കെ ഞാൻ നല്ല ലേറ്റായി എനിക്ക് ഒട്ടും എണീക്കാൻ പറ്റുന്നുണ്ടായില്ല. പക്ഷേ എൻ്റെ ബയോളജിക്കൽ സൈക്കിൾ വെച്ചിട്ട് എൻ്റെ ശരീരം ഒരു 6-7 മണിയാകുമ്പോഴത്തേക്ക് എണീക്കും. ബെഡിൽ നിന്ന് എണീക്കാൻ തോന്നില്ല, എന്തോ റീസൺ കാരണം അറിയില്ല. അപ്പോൾ അത് ശരിയാക്കണം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഇന്നത്തെ അജണ്ട എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുന്നേ ഇന്നതൊക്കെ ചെയ്യാനുള്ളത് പ്ലാനറിൽ നോക്കുക എന്നുള്ളതാണ്. സോ ഞാൻ കഴിഞ്ഞ ദിവസം എന്ന് വെച്ചാൽ സൺഡേ 21st ഞാനൊരു കാര്യം ചെയ്തു. ഈ വീക്ക് ഫുള്ളായിട്ട് പ്ലാൻ ചെയ്താൽ ഇതെൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ഒരു വീക്ക് ഫുള്ളായിട്ട് പ്ലാൻ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഇവിടെ ആകുമ്പം എങ്ങനെയൊക്കെയാണ് ഈ ആഴ്ചത്തെ ക്ലാസ് എന്നൊക്കെ ഉള്ള ഒരു ഷെഡ്യൂൾ നമുക്ക് ഓൾറെഡി അറിയണം. വേറെ എന്തെങ്കിലും മീറ്റിംഗ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ അറിയണം. അപ്പോൾ അതൊക്കെ എഴുതി വെച്ചിട്ട് ഒരു ടൈം ബ്ലോക്ക് ചെയ്യാന്ന് പറയും. ഈ ആഴ്ച ഏതൊക്കെ ദിവസങ്ങളാണ് നമ്മൾ അവൈലബിൾ ആയിരിക്കേണ്ടത്, ഏതൊക്കെ സമയത്താണ് നമ്മൾ ഫ്രീ ആയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഇന്നലെ നോക്കിയപ്പം ഇന്നലെ മൺഡേ എനിക്ക് 8 to 10 ആയിരുന്നു ക്ലാസ്സിലത്. പക്ഷേ ഞാൻ അറ്റൻഡ് ചെയ്യുന്നില്ല, ഞാൻ തീരുമാനിച്ചിരുന്നു. പിന്നെ ഇന്നലെ കുറച്ച് വേറെ എനിക്ക് 1-2 വീഡിയോസ് പെൻഡിങ് ഉള്ളത് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ സ്റ്റുഡൻറ് അംബാസഡറിൻ്റെ ഒരു കാര്യം ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നലെ എഴുതി വെച്ചത്. ഇന്നത്തെ ഞാൻ വായിച്ചുതരാം. ഇന്ന് എനിക്ക് 1 to 3 ക്ലാസ് ഉണ്ട്, ഗ്രോസറി ഷോപ്പിംഗ് ഉണ്ട്, പിന്നെ ലോറേനെയും ശ്രീനെയും മീറ്റ് ചെയ്യണം. ലോറേനെ നിങ്ങൾ ഇതിൻ്റെ മുന്നത്തെ വ്ളോഗ്സ് കണ്ടിട്ട് അറിയായിരിക്കും. ലോറ എൻ്റെ ഫ്രണ്ടാണ്. ആളിവിടെ എക്സ്ചേഞ്ച് സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ ആള് നെക്സ്റ്റ് ഡേ എന്ന് വെച്ചാൽ നെക്സ്റ്റ് ഡേ അല്ല, തേഴ്സ്ഡേ. ഇന്ന് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് ട്യൂസ്ഡേ ആണ്. അപ്പോൾ തേഴ്സ്ഡേ ആൾ തിരിച്ച് ബ്രസീലിലേക്ക് പോവാണ്. അവൾ എക്സ്ചേഞ്ച് ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒരു സെമസ്റ്റർ അവൾ ഇവിടെ കഴിഞ്ഞ് എത്ര പെട്ടെന്ന് ആ സമയം പോയാൽ അവൾ പോകാന്ന് ആലോചിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ ഈ ക്ലാസ്സിൽ വന്നിട്ട് എനിക്ക് ആദ്യമായിട്ട് എനിക്കൊരു കണക്ഷൻ കിട്ടിയത് അവളായിട്ടാണ്. ഞങ്ങൾ 1-2 പ്രാവശ്യം പുറത്തൊക്കെ പോയിട്ടൊക്കെ ഉണ്ട്. സോ അവളെ ഒന്ന് മീറ്റ് ചെയ്യണം. നമുക്ക് കുറച്ച് കുഞ്ഞു ഗിഫ്റ്റ്, 2-3 കുഞ്ഞു ഗിഫ്റ്റ് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ 2 ഓൾറെഡി പാക്ക് ചെയ്തിട്ടുണ്ട്, 1 പാക്ക് ചെയ്യാനുണ്ട്. പിന്നെ ഇന്ന് പോണതിൻ്റെ ഇടയ്ക്ക് ഈ വ്ളോഗിൻ്റെ കൂടെ തന്നെ എനിക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ ഫോർ ക്ലാസ് ഷൂട്ട് ചെയ്യാനുണ്ട്. അത് ആമസോൺ ആയിട്ടുള്ള ഒരു കൊലാബാണ്, അപ്പോൾ അത് ചെയ്യാനുണ്ട്. പിന്നെ എനിക്ക് എയറോഡൈനാമിക്സിൻ്റെ കുറച്ച് കാര്യങ്ങൾ അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ വരെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. സാറ്റർഡേസ് ആണെങ്കിൽ ഞാനിപ്പോൾ തൽക്കാലത്തേക്കൊന്നും ചെയ്തില്ല. ബട്ട് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അടുത്തൊരാഴ്ചത്തേക്ക് എന്തൊക്കെ ഞാൻ എക്സ്പെക്ട് ചെയ്യണം എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ എൻ്റെ പ്ലാനർ നോക്കിയിട്ട് ഇന്നേക്ക് അഡീഷണൽ എനിക്ക് എന്തെങ്കിലും എഴുതി വെക്കാനുണ്ടോ എന്ന് നോക്കട്ടെ. കാരണം ഇന്നലെ രാത്രി ഞാൻ പ്ലാനറിൽ എഴുതിയിട്ടില്ല. ഞാൻ ഓൾറെഡി സൺഡേ ചെയ്തതാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് എല്ലാ ദിവസവും രാവിലെ എണീറ്റിട്ട് ഒരു 10 മിനിറ്റ് അവിടെ ഇരിക്കും. ഓൾറെഡി എഴുതിയതിന് കൂട്ടത്തിൽ എനിക്ക് എന്തെങ്കിലും വേറെ എഴുതാനുണ്ടോ എന്നും കൂടെ നോക്കും. അപ്പോൾ ഞാൻ അത് ചെയ്യട്ടെ. അതിന് കൂടെ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും കഴിക്കട്ടെ. അപ്പോൾ ഇതാണ് ഞാൻ ലോറയ്ക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മുടെ നാട്ടിലുള്ള ജിവ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡില്ലേ, അതിൻ്റെ ഒരു നെക്ലേസ് ആണ്. ഇത് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്, പക്ഷേ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ഇത് അവൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇത് എനിക്ക് ഇഷ്ടമുള്ളൊരു സാധനമാണ്. ഇഷ്ടമുള്ള സാധനം കൊടുക്കാമെന്ന് വിചാരിച്ചു. ആൻഡ് ഇത് അതേപോലെ ഞാൻ നാട്ടിൽ നിന്ന് 2 ക്യാൻഡിൽസ് കൊണ്ടുവന്നിരുന്നു. അതിൽ ഒരെണ്ണമാണ് അതും ഇതാണ്, അതാണിത്. ആൻഡ് പിന്നെയുള്ള 2 ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു ഡെയിലി പ്ലാനറാണ്. ഇത് പ്ലാൻ ചെയ്യുന്നവർക്കാണെങ്കിലേ യൂസ്ഫുൾ ആവുള്ളൂ, ഡേറ്റഡ് ഒന്നുമല്ല. ആൻഡ് ഇത് ഈ പ്രാവശ്യം സിംബ ലൈഫ് സ്റ്റൈലിലെ കൂടെ വന്നിട്ടുള്ള ഒരു കുഞ്ഞൊരു നോട്ട്ബുക്കാണ്. ഞാൻ വിചാരിച്ചു ഇത് കൊടുക്കാം അല്ലെങ്കിൽ ഇത് കൊടുക്കാം. ഇതിൽ ഏതാണെന്ന് എനിക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ 1-2 പേരോട് ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞത് ഇത് കൊടുക്കാനാണ്. ബിക്കോസ് ഇതാണ് കുറച്ചും കൂടെ ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടും കയ്യിലൊക്കെ വെക്കാൻ പറ്റുന്നത്. അവൾ പ്ലാൻ ചെയ്യുന്ന ആളാണോ എന്ന് എനിക്ക് അറിയില്ല. അതുകൊണ്ട് ഇത് അങ്ങനത്തെ ഒരാൾക്ക് ഇത് കൊടുത്താൽ ചിലപ്പം യൂസ്ഫുൾ ആയിരിക്കില്ല. എനിക്ക് ഇതും കൂടെ ഒന്ന് കുഞ്ഞായിട്ടൊന്ന് പാക്ക് ചെയ്യണം. സെയിം പാക്കിംഗ് കവർ എൻ്റെ കയ്യിലുണ്ട്. സോ അത് വെച്ചിട്ടൊന്ന് പാക്ക് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്.
ഇതേ എൻ്റെ പാക്കിങ് കഴിഞ്ഞു. ആ കുഞ്ഞു ബുക്ക്, ഒരു ക്യാൻഡിൽ ആൻഡ് ഒരു കുഞ്ഞി മാല. അപ്പോൾ ഇതാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ആക്ച്വലി ഞാനൊരു കുഞ്ഞു ബാഗ് ഫ്ലൈയിങ് ടൈഗറിന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിരുന്നു. അത് ലുണ്ടിൽ സ്റ്റോർ ടാർഗറ്റ് എന്നുള്ള ഒരു ഷോപ്പാണ്, നമ്മുടെ നാട്ടിലെ മിനീസൊക്കെ പോലെ. പക്ഷെ അതിന് ആ കവറിന് മാത്രമായിട്ട് നല്ല റേറ്റ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ ആവശ്യമില്ല, പിന്നെ ഇങ്ങനെ തന്നെ കൊടുക്കുക. അതാണ് ഈ റീയൂസ് ചെയ്യാനും പറ്റുന്ന കവറല്ല. അപ്പോൾ അങ്ങനെ, അപ്പോൾ ഇതാണ് നമ്മൾ കൊടുക്കാൻ പോകുന്ന സംഭവങ്ങൾ എന്ന് പറയുന്നത്. അപ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ ബ്രെഡ് കഴിക്കാനുണ്ട്, ബ്രെഡ് കഴിക്കട്ടെ. ഓക്കെ, പിന്നെ എനിക്ക് കുറച്ച് മെസ്സേജ് ഒക്കെ വരുന്നുണ്ട് പ്ലാനർ റിലേറ്റഡ് വീഡിയോസ് കുറച്ചുകൂടെ ചെയ്യാൻ. ഡെഫിനറ്റ്ലി ഞാൻ അത് ഈ കൊല്ലം എന്തായാലും ചെയ്യും കേട്ടോ. കാരണം എനിക്ക് നല്ല ഇഷ്ടമാണ് അത്, അങ്ങനത്തെ വീഡിയോസ് കാണാനും ഉണ്ടാക്കാൻ കുറച്ച് മെനക്കേടുണ്ട് വ്ളോഗിനേക്കാളും. ബട്ട് എന്നാലും ഉണ്ടാക്കി അതിൻ്റെ ഒരു ഔട്ട്പുട്ട് ആണ് എനിക്ക് ഇഷ്ടം. അതുകൊണ്ട് ഞാനത് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ആൻഡ് സിംബ ലൈഫ് സ്റ്റൈലിൻ്റെ പ്ലാനർ ഇപ്പം ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്നത് 23rd പറഞ്ഞില്ല. ഇത്രയും ദിവസം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഒറ്റ ദിവസം പോലും ഞാൻ മുടക്കിയിട്ടില്ല. അതിനുള്ളിൽ ഞാൻ വിഷൻ ബോർഡ് പ്രിന്റ് ചെയ്ത് ഒട്ടിച്ചു, പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ പ്രിന്റ് ചെയ്ത് ഒട്ടിച്ചു. ഞാൻ എന്തായാലും ഈ മന്ത് എൻഡ് ഒരു ജാനുവരി റിഫ്ലക്ഷൻ റീസെറ്റ് ആൻഡ് ഫെബ്രുവരി പ്ലാൻ വിത്ത് മീ വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, വിചാരിക്കുന്നുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത് അപ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അപ്പം ഞാൻ അതിനകത്തൊരു ഫ്ലിപ്പ് ത്രൂ കാണിക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് ഇപ്പം അത് എപ്പോഴാണെന്ന് എനിക്ക് അറിയില്ലല്ലോ, ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. കണ്ടു, ഞാൻ ഇങ്ങനെ പ്രിന്റ് എടുത്തു. ഇത് ഞാൻ ലുണ്ടിൽ തന്നെയുള്ള ഒരു ഷോപ്പിൽ നിന്നാണ് പ്രിന്റ് എടുത്തത്. അതേപോലെ കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ ഇവിടെ അങ്ങനെ ഒട്ടിച്ചു, ഞാൻ കാണിച്ചു തരാം. ബട്ട് ഫ്ലിപ്പ് ത്രൂ അത് മാത്രമായിട്ട് വേറെ ഒന്നിൽ കാണിക്കാണ്ടോ. ഇത് കണ്ടോ, ഇവിടെ ഞാൻ 3 ഫോട്ടോസൊക്കെ ഒട്ടിച്ചു. സോ അങ്ങനെ. ആൻഡ് ഇതിനകത്ത് ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് പ്രോംപ്റ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനതൊക്കെ ചെയ്തു. അതൊക്കെയാണ് പ്ലാനർ വിശേഷങ്ങൾ. പിന്നെ വേറെ എന്ത് സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ യൂട്യൂബിൽ ഞാൻ വിചാരിക്കുന്നതിനേക്കാൾ, ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴുള്ളതിനേക്കാളൊക്കെ കുറേ വ്യൂസും സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കയറിയിട്ടുണ്ട്. കുറേ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് എനിക്കറിയാം. എല്ലാവരോടും താങ്ക് യു ഫോർ ജോയിനിങ്. ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ പറയണമെന്ന് വിചാരിച്ചിരുന്നു, ബട്ട് അതൊക്കെ വോയിസ് ഓവറിൻ്റെ ഇടയിലാകുമ്പോൾ ഇത് വിട്ടുപോകും. അങ്ങനെ അപ്പോൾ കുറേ പേര് പുതുതായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു. അതാണത്. പിന്നെ വേണ്ട, അതൊക്കെ തന്നെയാണ് ഇപ്പോൾ കറൻറ്റ്ലിയുള്ള വിശേഷം. എനിക്കിത് വേഗം കഴിച്ചിട്ട് ഞാനൊന്ന് മെയിൽ കഴുകണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇന്ന് മഞ്ഞൊന്നും ഇല്ലാത്തതുകൊണ്ടൊന്ന് മെയിൽ കഴുകി പുറത്ത് പോകാമെന്ന് വിചാരിക്കാം. അങ്ങനെ. പിന്നെ കുറേ പേര് നെക്സ്റ്റ് ഇൻടേക്കിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. സ്റ്റിൽ ഇത് റിസൾട്ട് വന്നിട്ടില്ലെങ്കിൽ അവർ കുറേ പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചു. എല്ലാവർക്കും കിട്ടട്ടെ. കഴിഞ്ഞ വർഷത്തെ എൻ്റെ ഒരു അവസ്ഥ എനിക്കറിയാലോ. അപ്പോൾ എനിക്ക് നിങ്ങൾ എന്ത് കൂടെയാണ് കടന്നു പോകണമെന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ആൻഡ് നമ്മളെ സ്റ്റഡി ഇൻ സ്പീഡിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ഞാൻ എന്തായാലും ഫെബ് ഒരു പകുതി ആകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഫെബ് എൻഡ് ആകുമ്പോഴത്തേക്ക് ഇടാം. ഞാൻ എന്താണെന്ന് വെച്ചാൽ, ഇനി എന്തായാലും റിസൾട്ട് വന്നിട്ടല്ലേ ബാക്കി ഫെർദർ കാര്യങ്ങളിലൊക്കെ ആൾക്കാർ ഇറങ്ങുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അതൊന്ന് ചവിട്ടി പിടിച്ചേക്കുന്നത്. സോ ആ വീഡിയോ ഞാൻ എന്തായാലും ചെയ്യാം. അതിന് എനിക്ക് കുറച്ച് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ബാക്കി പറയുമോ, വിസയ്ക്ക് എന്താ പറ്റിയത്, വിസ സ്റ്റോറി പറയുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. സോ അത് ഞാൻ ഒന്നെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ 2 സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. സോ അങ്ങനെയാണത്. ഞാൻ എന്തായാലും നിങ്ങളോട് കഥ പറഞ്ഞിരുന്ന വീഡിയോയും വലുതാവും. എൻ്റെ ചായയും തണുക്കും, അല്ല ചായയിലല്ല, എൻ്റെ കാപ്പിയും തണുക്കും. ഞാൻ വേഗം കാപ്പിയൊക്കെ കുടിച്ചിട്ട് കാണാം എന്തായാലും. ഓക്കെ, അപ്പോൾ അതേ ഞാൻ പോയിട്ട് അടുക്കളയിൽ പാത്രമൊക്കെ വെച്ചു കഴുകി എല്ലാം കഴിഞ്ഞ് വന്നു. ഇനിയിപ്പോൾ എനിക്ക് എൻ്റെ ബാഗ് ഒന്ന് പാക്ക് ചെയ്യണം. ഞാൻ എൻ്റെ മുന്നേ വാട്സ് മൈ ബാക്ക് പാക്ക് വീഡിയോ ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കും. അതിനകത്ത് ഞാൻ യൂഷ്വലി ബാഗിൽ ക്യാരി ചെയ്യുന്ന സാധനങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പം കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഒന്നും പോകാത്തതുകൊണ്ട് ബാഗ് അങ്ങനെ ഒരു എടുക്കുന്നില്ല. ജസ്റ്റ് ഇപ്പോൾ ഗ്രോസറി കഴിക്കാൻ പോകുകയാണെങ്കിൽ മാത്രം എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് എല്ലാ സാധനവും തിരിച്ചെടുത്ത് വയ്ക്കുകയാണ്. ഫസ്റ്റ് മെയിൻ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പൗച്ചാണ്. ഇതിനകത്ത് പാഡ്, പിന്നെ കുറച്ച് അങ്ങനത്തെ എല്ലാ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഇതിനകത്ത് ആദ്യം ഇടാം. പിന്നെ ഇത് ഞാൻ പോകുമ്പോൾ വെക്കും, ഇൻ കേസ് മറന്നു പോയാലും വെച്ചിട്ട് ഇതിലെടുത്ത് വെക്കുകയാണ്. അതെൻ്റെ ബീനിയാണ്. ആൻഡ് ഒരു പെയർ ഗ്ലൗസ് എടുക്കുന്നുണ്ട്. ഇന്നിപ്പോൾ മഴയൊന്നുമില്ല, അത്ര തണുപ്പുമില്ല. അപ്പം ഈ ഒരു ഗ്ലൗസ് ആണ് ഇന്ന് എടുക്കുന്നത്. ആൻഡ് ഈ ഒരു ട്രൈപോഡ് എടുക്കേണ്ട കാര്യം, ഞാൻ മിക്കവാറും വ്ളോഗ് ചെയ്യണ്ടാവും. അപ്പം ഇൻ കേസ് ഒരു ട്രൈപോഡിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ കുഞ്ഞു ട്രൈപോഡ്. ആൻഡ് ഇതെൻ്റെ എന്താ പറയുക, കാർഡ് ഹോൾഡർ പ്ലസ് എൻ്റെ എല്ലാം അത് അതിനകത്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഒരു കാലി ടോട്ട് ബാഗ് എടുക്കുന്നുണ്ട്. ടോട്ട് ബാഗ് നമുക്ക് ഇതിനുള്ളിൽ വെക്കാം. പിന്നെ എന്ന് പറയുന്നത് ഒരു കാലി കുപ്പിയാണ്. കുപ്പി ഞാൻ എല്ലാ ദിവസവും കാലിയായിട്ടും കൊണ്ടുപോകാറ്. അവിടെ എത്തിയിട്ട് ഞാൻ വെള്ളം നിറയ്ക്കും. ആൻഡ് ഓൾസോ നമുക്ക് ലോറേൻ്റെ സാധനങ്ങളും കൂടെ ഇതിനകത്ത് വെക്കണം. അപ്പോൾ ഇതാണത്. ഇതും കൂടെ ഞാൻ ബാഗിനകത്തേക്ക് വെക്കുകയാണ്. ഒക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി എനിക്ക് എടുത്ത് വെക്കാനുള്ളത് ഐപാഡാണ്. അത് ചാർജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പവർ ബാങ്കും ലൈറ്റ്നിങ് കേബിളും കൂടെ എടുത്ത് വെക്കാനുണ്ട്. അപ്പം ബാഗ് ഓൾറെഡി കഴിഞ്ഞു. കാരണം എനിക്ക് ടിഫിൻ ബോക്സ് ഒന്നും കൊണ്ടുപോകണ്ട. ഉച്ചയ്ക്ക് ശേഷമാണ് ക്ലാസ്. ഞാൻ ഇവിടെ എന്തെങ്കിലും കഴിച്ചിട്ടായിരിക്കും പോവാം. എൻ്റെ മുടിയൊക്കെ കണ്ടോ, നമ്മൾ നാട്ടിൽ നിന്ന് ബോട്ടോക്സ് ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ അതൊക്കെ പുതിയ മുടി വരുന്നതിൻ്റെ അതാണ് ഇവിടെ ഇങ്ങനെ വളഞ്ഞു കിടക്കണം. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാനിപ്പോൾ അങ്ങനെ ഡെയിലി അയൺ ചെയ്യാനൊന്നും നിൽക്കാറുമില്ല. അപ്പം അങ്ങനെ നിന്നോട്ടും ചോദിക്കും. കാരണം കുറേ നേരം ഈ ബീനി വെച്ചിട്ട് ഇതിങ്ങ് കവറാവും. ഇങ്ങനെ ഈ ബീനി വെച്ചാൽ കണ്ടോ അത്രയും അത് കവറായി. പിന്നെ അത് അത്ര അറിയില്ല. അപ്പം ഞാനത് അങ്ങനെ അത്ര ബോദർ ചെയ്യാറില്ല. സോ എനിവേസ് ഞാൻ ഇപ്പോൾ പോയിട്ടൊന്ന് മെയിൽ എഴുതിയിട്ട് വേഗം വരാം. അങ്ങനെ ഞാൻ ഇതാ കുളിച്ചിറങ്ങി. ഞാൻ കുറച്ച് എൻ്റെ പ്രൊഡക്ട്സ് ഒക്കെ ടേബിളിൻ്റെ മുകളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്.
അപ്പം എനിക്കിപ്പോൾ ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ എടുക്കണം. അതിനുശേഷം എനിക്ക് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി സമയം ആയിട്ടുണ്ട് കേട്ടോ, അത്യാവശ്യം ഒരു 10:45 ആയിട്ടുണ്ട്. ഞാൻ ഫോണിലാണ് എടുക്കുന്നത്, അതുകൊണ്ടാണ് എനിക്ക് ടൈം നോക്കാൻ പറ്റാത്തത്. ഓക്കെ, എന്തായാലും കുറച്ച് സമയമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും വേഗം ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ എടുക്കട്ടെ. അതിന് മുന്നേ എനിക്ക് ഇന്ന് ഏത് ഡ്രസ്സ് ഇടണം എന്നുള്ള കാര്യത്തിൽ ഒരു ധാരണയിലെത്തണം. ഞാൻ പോയിട്ട് നോക്കട്ടെ ഏത് ഡ്രസ്സ് ഇടണമെന്ന്. അപ്പോൾ ഞാൻ അതേ ഡ്രസ്സ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇന്നേഴ്സ് അല്ലെങ്കിൽ തേർമൽസ് ആൻഡ് ജീൻസ് ടോപ്പ് ആൻഡ് ഇതാ ടോട്ടിൽ നെക്ക്. അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് ഇടാൻ പോണത്. സോ ഇത് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. സോ ഞാൻ അതേ കുളിയൊക്കെ കഴിഞ്ഞു, റെഡിയായി, ഗെറ്റ് റെഡി വിത്ത് മീ ഷൂട്ട് ചെയ്തു. അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇത് ട്രൈപ്പോഡാണ് കേട്ടോ. അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഓൾമോസ്റ്റ് ടൈം എന്തായി അറിയോ? ജസ്റ്റ് നോക്കട്ടെ, 11:06 ആയിട്ടുണ്ട്. അപ്പം ഒരു 12 മണീൻ്റെ മുന്നേ 11:50 ആകുമ്പോഴത്തേക്ക് ഇവിടെ ഇറങ്ങാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാനിപ്പോൾ പോയിട്ട് ഫുഡ് എന്തെങ്കിലും ചൂടാക്കാൻ വെക്കണോ? യെസ്, ഫുഡ് എന്തെങ്കിലും ഞാൻ ചൂടാക്കാൻ വെക്കാം. ഞാനൊരു ചപ്പാത്തി എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിക്കുകയാണ്. ആൻഡ് നമുക്കിന്ന് ഗ്രോസറി വാങ്ങിക്കാണ്ട്. അപ്പോൾ ഗ്രോസറി എന്താ വാങ്ങിക്കേണ്ടേ എന്നുള്ളൊരു ലിസ്റ്റും കൂടെ എഴുതണം. സോ ഇത് 12 മണി 12:05 ഞാൻ ഇറങ്ങുകയാണ്. ഞാൻ കോട്ടൊക്കെ ഇട്ടു. അപ്പോൾ ഞാൻ പുറത്തിറങ്ങിയിട്ട് കാണാം. ഇവിടെ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാം. ഫുൾ മഞ്ഞൊക്കെ പോയിട്ട്, പക്ഷേ ഇത് കണ്ടോ സ്ലൈഡ് ഒന്ന് കണ്ടോ? ഇതാണ് പരങ്ങി വീഴുന്ന സംഭവം. ഇങ്ങനെ ഒരു പോക്ക് പോവും. ഇപ്പം ഞാൻ കാണിച്ചാൽ ഞാൻ തിരിച്ച് റൂമിൽ പോയി മാറ്റേണ്ടി വരും ഡ്രസ്സൊക്കെ. അതുകൊണ്ട് ഇപ്പോൾ വേഗം മെല്ലെ പോവാം. ഞാനോർത്ത് കംപ്ലീറ്റ് ആയിട്ട് ഇത് പോയിന്ന്, കാരണം ഇന്നൊക്കെ നല്ല ടെമ്പറേച്ചർ ഉണ്ട്. നല്ല ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ 6 degrees ആണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എന്തായാലും ഇറങ്ങി വെക്കാം. ഇന്നലെ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ഇങ്ങനെ എളുപ്പത്തിൽ താഴെ എത്താൻ പറ്റിയിരുന്നു. അത്രയും സ്ലിപ്പ് ആവുമായിരുന്നു. ഒന്ന് കാല് വെച്ചാൽ മതി, എളുപ്പത്തിൽ നമുക്ക് താഴെ എത്തിയിരുന്നു. ഞാൻ ആണെങ്കിൽ ബസ്സിൻ്റെ ടൈമൊന്നും നോക്കാണ്ടാണ് ഇറങ്ങിയത്. എന്നാലും നമുക്ക് പോയിട്ട് നോക്കാം. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ ഡൽഹി ബസ് സ്റ്റോപ്പിൽ. അപ്പോഴത്തേക്ക് നമ്മളെ ബസ് വന്നു. ഞാൻ ബസ്സിൽ കയറി നേരെ നമ്മൾ ലുൺ സെൻറ്ററിലേക്കാണ് പോയത്. അവിടെ എത്തിയപ്പോൾ ട്രാം അവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. ആൻഡ് ഞാൻ ഫുഡൊന്നും കഴിക്കാണ്ടാണ് ഇറങ്ങിയത്. ഫുഡ് കഴിക്കണം എന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ കഴിച്ചില്ല. അവിടെ നിർത്തിയിട്ടാണ് നമ്മളെ ട്രാം. നമുക്ക് വേഗം ഓടാം. അങ്ങനെ ഞാൻ എൻ്റെ യൂണിവേഴ്സിറ്റി എത്തി കേട്ടോ. ട്രാം ഇറങ്ങി ഞാൻ എം ഹുസറ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സാധാരണ വരുന്ന വഴിയല്ല, വേറൊരു വഴിയാണ് നടക്കണത്. കഴിഞ്ഞ ദിവസത്തെ ഈ വഴിയൊക്കെ ഫുൾ മഞ്ഞാണ്. ഇപ്പോൾ ഒരു ഇത്തിരി പോലും മഞ്ഞില്ല, ഫുള്ളായിട്ടും മഞ്ഞ് പോയി. ഇന്ന് എനിക്ക് MC എന്നാണ് ക്ലാസ്. ഞാനൊരു 12:45 ആയപ്പോഴത്തേക്ക് യൂണിവേഴ്സിറ്റിയിൽ എത്തിയതേ. നമ്മുടെ പ്രൊഫസർ വന്നു. 2 മണിക്കൂർ ക്ലാസ് ഉള്ളായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനും ശ്രീയും കൂടെ ഏഷ്യ സ്റ്റോറിൽ പോയി അവിടുന്ന് കുറച്ച് നൂഡിൽസൊക്കെ വാങ്ങിച്ച് എന്നിട്ട് നമ്മൾ ചുമ്മാ അതിലൂടെയൊക്കെ നടന്നു. അപ്പോഴത്തേക്ക് ലോറ എത്താമെന്ന് പറഞ്ഞിരുന്നു. ലോറ ഓൾമോസ്റ്റ് അവിടെ എത്തിയിരുന്നു. ആൻഡ് യെസ്, ലോറ ഇസ് ഹിയർ. ലോറയ്ക്ക് ചെറുതായിട്ട് ജലദോഷമൊക്കെ പിടിച്ചിരുന്നു. അവൾ UK ഒരു സോളോ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്നതാണ്. ആൻഡ് നമ്മൾ അവിടെ തന്നെയുള്ള ഒരു കഫേയിൽ പോയിട്ട് ഒരു 1.5-2 മണിക്കൂർ ഇരുന്ന് സംസാരിച്ചു. ഒരു പൈയൊക്കെ വാങ്ങി, കോഫിയൊക്കെ വാങ്ങി, അങ്ങനെ ഇരുന്ന് സംസാരിച്ചു. നമ്മൾ കുറേ നേരം സംസാരിച്ചു. അതൊന്നും ഞാൻ ഡോക്യുമെൻ്റ് ചെയ്തില്ല. പിന്നെ അതേ നേരെ പോയത് സൗത്ത് ഇന്ത്യനിലേക്കാണ്. ഇവിടുന്ന് ഒരു ബിരിയാണിയും വാങ്ങിച്ചു. ഞാൻ ഇക്കയിൽ പോയിട്ട് കുറച്ച് സാധനവും വാങ്ങിച്ചു. ബസ്സിൽ കയറി തിരിച്ച് ഡൽഹിയിലെത്തി. അങ്ങനെ ഞാൻ എൻ്റെ റൂമിൽ തിരിച്ചെത്തി കേട്ടോ. ഞാൻ ഇപ്പോൾ വാങ്ങിച്ചിട്ടുള്ള ബിരിയാണിയും കുറച്ച് ബിരിയാണിയാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് ബിരിയാണിയും തൈരും കറിയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഏഷ്യ സ്റ്റോറിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഈ ഒരു ലിച്ചി ഡ്രിങ്കും എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇത് കഴിക്കാമെന്ന് വിചാരിക്കുന്നത്. ഇത് പകുതി ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പം ബാക്കി പകുതി എനിക്ക് നാളെ ബിരിയാണി കഴിക്കാം, നാളെ ഉച്ചയ്ക്ക് കഴിക്കാം. പിന്നെ ഫ്രിഡ്ജിൽ കുറച്ച് സാധനം ഇരിപ്പുണ്ട്. എന്നാൽ ആക്ച്വലി ഞാൻ ഫുഡായിട്ടൊന്നും കഴിച്ചിട്ടില്ല ഇൻ ദ സെൻസ് രാവിലെ പോകുമ്പോൾ ആ ഒരു മേപ്പിൾ ബ്രെഡ് കഴിച്ചു. അല്ല, മേപ്പിൾ ബ്രെഡ് അല്ല, ഇന്ന് സാധാ ബ്രെഡ് കഴിച്ചു. ആൻഡ് ഉച്ചയ്ക്ക് ഞാൻ ഫുഡ് കഴിക്കാണ്ടാണ് ഇറങ്ങിയത്. ഞാൻ കഴിക്കണം എന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നെ ഒരു പൈ ആണ് കഴിച്ചത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് വിശക്കണില്ല, ബട്ട് ഒന്നും കഴിക്കാത്തൊരു ഫീൽ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇത് കഴിക്കാമെന്ന് വിചാരിച്ചു. അത് ഞാൻ നല്ല ടയേർഡാണ്. ഇന്ന് അത്ര ഹെക്ടിക് ഡേ ഒന്നും ആയിരുന്നില്ല, ബട്ട് സ്റ്റിൽ ഞാൻ നല്ല ടയേർഡാണ്. ലോറേനെ മീറ്റ് ചെയ്തു. ലോറ കുറച്ചധികം ഇമോഷണലൊക്കെ ആയിരുന്നു ഞങ്ങൾ രണ്ടുപേരും, ഈവൻ ശ്രീ ആണെങ്കിലും. സോ അതുകൊണ്ട് ഞാൻ പിന്നെ ബാക്കിയൊന്നും ഡോക്യുമെൻ്റ് ചെയ്തില്ല. ഇപ്പം ഞാൻ തിരിച്ച് റൂമിലെത്തി. ഇനി അത് കഴിച്ചിട്ട് കുറച്ച് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടൊന്ന് മേല് കഴുകിയിട്ട് നാളേക്ക് എന്തായാലും ചെയ്യാനുള്ളതൊക്കെ നോക്കും. എന്നിട്ട് ഞാൻ കിടന്നുറങ്ങും. ഇന്നിപ്പോൾ അതാണ് പ്ലാൻ. കാരണം ഇന്നലെയൊക്കെ ഞാൻ ഒത്തിരി ലേറ്റായി കിടക്കാൻ വേണ്ടിയിട്ട്, അതുകൊണ്ട് എനിക്കതിന് കുറച്ച് വൈകുണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു കുഞ്ഞ് വ്ളോഗ് ഇഷ്ടം, കുഞ്ഞായിരിക്കില്ല, ബട്ട് ഈ ഒരു വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുന്ന. അങ്ങനെ കാര്യമായിട്ടൊന്നും നടന്നിട്ടില്ല, ബട്ട് സ്റ്റിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ഒക്കെ ചെയ്യുക. അങ്ങനത്തെ വീഡിയോസ് വേണമെന്നൊക്കെ താഴെ പറയാം കേട്ടോ. മറ്റൊരു വീഡിയോ കാണാൻ. ബൈ.